കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിലെ കർഷകർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പട്ടികജാതി വിഭാഗത്തിലെ കർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പോഷക സമൃദ്ധി, ആരോഗ്യ സമൃദ്ധി എന്നതായിരുന്നു വിഷയം. പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് ഉയർന്ന നിലവാരത്തിൽ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലന പരിപാടി കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ ഫീസിബിളായ കോളനികളുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, ഏത് മേഖലയിൽ ഇത് പരിശോധിച്ചാലും ഈ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശം. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ കാർഷിക വൃത്തിയിൽ മാത്രം ഉപജീവനം നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നിരവധി തുകകൾ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്നും നമുക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും നമുക്ക് സ്വയം പര്യാപ്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ പൂർവികരാരും ഇത്തരത്തിൽ ദൈനംദിനം ആശുപത്രിയിൽ പോയിരുന്നവരോ മരുന്ന് കഴിച്ചവരോ ആയിരുന്നില്ല. നമ്മൾ കൊടിയ വിഷം കലർത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വിഷരഹിതമായ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ കൃഷിയിൽ കൂടുതൽ ലാഭകരമായി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. പ്രിയാമോൾ തോമസ്, ഗോപി മുട്ടത്ത്, ജോമി തെക്കേക്കര, സാലി ഐബ്, ജെയിംസ് കോറമ്പൽ, നിസാമോൾ ഇസ്മായിൽ, ആനീസ് ഫ്രാൻസിസ്, KK ഗോപി, TK കുഞ്ഞുമോൻ, ജിജി ജോബ്, അമ്പിളി സദാശിവൻ, PI സതി, രഞ്ജിത്ത് തോമസ്, S ദീപ്തി എന്നിവർ പ്രസംഗിച്ചു. കൃഷി വകുപ്പിന്റെ അവാർഡ് നേടിയ സാലി പോളിനെയും ജോസഫ് പീച്ചനാടിനെയും ചടങ്ങിൽ ആദരിച്ചു. GTV ന്യൂസ്, കോതമംഗലം.